എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഇന്നത്തെ സ്നാക്സ് ഉണ്ണിയപ്പമാണ്. ഉണ്ണിയപ്പം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അങ്ങനെ നെയ്യിൽ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുത്തു. കുറച്ച് എള്ളൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തിൻ്റെ കൂടെ നന്നായിട്ട് വറുത്തൊക്കെ ചേർക്കണമല്ലോ. നല്ല വാസനയുണ്ട് നെയ്യിലിങ്ങനെ തേങ്ങാക്കൊത്തൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ. അങ്ങനെ ഞാൻ അരി വെള്ളത്തിലിട്ടിട്ട് ഒരു 3-4 മണിക്കൂർ കുതിർത്തി അരച്ചെടുത്തതാണ്. ഒത്തിരി അങ്ങോട്ട് അരയരുത് അരി, ചെറിയൊരു തരിയൊക്കെ വേണം. ശർക്കരപ്പാനി ഉരുക്കി ആ ഒരു ചൂടോടുകൂടിയുള്ള ശർക്കരപ്പാനിയിലാണ് അരി അരച്ചെടുത്തത് കേട്ടോ. അതിനകത്ത് കുറച്ച് ഏലക്കായയും നല്ല ജീരകവും ഇതിൻ്റെയും പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പും കൂടെ ഞാൻ ചേർത്തു. അങ്ങനെയൊക്കെ അരച്ച് ഓവർനൈറ്റ് ഒരു ചെറിയൊരു പഴവും ചേർത്തു, റോബസ്റ്റ് പഴം ഞാൻ ചേർത്തത്. അപ്പോൾ അതൊക്കെ ചേർത്ത് ഓവർനൈറ്റ് അങ്ങനെ ഫെർമെൻറ്റേഷന് വേണ്ടി ഒന്ന് വെച്ചു. അരിയുടെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോർ, മൈദയോ അങ്ങനെ, ഞാൻ റൈസിങ് ഫ്ലോറാണ് ചേർത്തത്. അതൊരു 1/2 കപ്പ് ഞാൻ ചേർത്തായിരുന്നു ഈ അരി അരച്ചതിൻ്റെ കൂടെ. അപ്പോൾ അതിനൊരു ബൈൻഡിങ് കിട്ടുമല്ലോ ഉണ്ണിയപ്പത്തിന്. അങ്ങനെ അതെല്ലാം ചേർത്ത് ഓവർനൈറ്റ് വെച്ച് ഞാൻ ഉണ്ണിയപ്പച്ചട്ടി ഉദ്ഘാടനം ചെയ്തു. കുറേ നാളായിട്ട് ഉണ്ണിയപ്പച്ചട്ടി ഇങ്ങനെ ഇരിക്കുക. ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഇന്നാണ് അതിന് ഒത്തു വന്നത്. ഇങ്ങനെ എല്ലാ ഉണ്ണിയപ്പങ്ങളും മുത്തുപോലെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. അകം നല്ല സോഫ്റ്റാണ്, പുറം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ക്രഞ്ചി ആയിട്ട് നമുക്കിങ്ങനെ കഴിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അങ്ങ് കോരി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉണ്ണിയപ്പം. അങ്ങനെ ഒരു കൊട്ട ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കി. നല്ലൊരു കോഫിയുടെ കൂടെ അങ്ങനെ ഉണ്ണിയപ്പം. ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാറുണ്ട്, ഉണ്ണിയപ്പച്ചട്ടി അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഉണ്ണിയപ്പം ഇപ്പോഴാണ് ഉണ്ടാക്കിയത്. ആക്ച്വലി അടിപൊളി. അങ്ങനെ മൂത്തവനാണ് അത് ടേസ്റ്റ് ചെയ്തത്. സൂപ്പർ.